ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫ്യൂച്ചർ ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് സോഫ്റ്റ്വെയർസിനെ കുറിച്ചുള്ള വീഡിയോ കണ്ടന്റ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്തേക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ബുക്ക് മാപ്പിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്, അതേപോലെ ഓർഡർ ഫ്ലോനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കണ്ടന്റ്സ് കാര്യങ്ങളെല്ലാം ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് നോക്കുന്നത് സ്പോട്ട് ഗാമ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഫ്ലോ മാർക്കറ്റിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്തുകൊണ്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് സീക്രട്ട് മെത്തേഡ്സ് ഉള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിൽ തന്നെ സ്പോട്ട് ഗാമ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിലാണ് നമുക്ക് ഈ ഓപ്ഷൻ ഫ്ലോ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ബ്ലാക്ക് ബുൾസ് ഒക്കെ എവിടെയാണ് പൊസിഷൻസ് ഹെഡ്ജ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് മാർക്കറ്റ് ആ ഒരു പ്രൈസിലേക്ക് പോകുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിന് നമ്മൾ വെറുതെ ബ്ലൈൻഡ്ലി ICT SMC അങ്ങനെയുള്ള കൺസെപ്റ്റ് അല്ല. ഇത് മാർക്കറ്റിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന ശരിക്കും, അതായത് ഒരു ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുന്നത് ബുക്ക് മാപ്പിനേക്കാളും അതുപോലെ തന്നെ ഓർഡർ ഫ്ലോനേക്കാളും ശരിക്കും പറയുന്നത് ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുന്നത് ഓപ്ഷൻസ് ആണ്. ആ ഓപ്ഷൻസിൽ ഏത് സ്ട്രൈക്ക് പ്രൈസിലാണോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹൈഡ് ചെയ്തിരിക്കുന്നത്, പൊസിഷൻസ് ഹെഡ്ജ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ പൊസിഷൻസ് കൂടുതൽ ഹോൾഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ മാത്രമാണ് ഒരു ട്രേഡിങ്ങിൽ ഒരു ഫ്യൂച്ചേഴ്സിന്റെ ഒരു പൊസിഷൻ, ഒരു സ്റ്റോക്ക് പൊസിഷൻ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ റീറ്റെയിലേഴ്സിന്റെ ഒരു പൊസിഷൻ നമ്മൾ ഒരു വിന്നിങ് ഒരു ഒറ്റ മൈൻഡിലായിരിക്കും നമ്മൾ ചെയ്യുക. ഒരു പൊസിഷൻ, ഒരു സ്ട്രൈക്ക് ആണെങ്കിൽ നമ്മൾ ബൈയിങ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് മുകളിലേക്ക് പോകാൻ വേണ്ടി മാത്രമായിരിക്കും, സെല്ലിംഗ് ആണെങ്കിൽ താഴത്തേക്ക് വരും എന്ന് വെച്ചിട്ട് ഒരൊറ്റ പൊസിഷൻ നമുക്കുണ്ടാവും. പക്ഷെ ബിഗ് പ്ലേയേഴ്സ് അങ്ങനെയല്ല. ഒരു ബൈയിങ് പൊസിഷൻ ഏതെങ്കിലും ഒരു സ്റ്റോക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻസിലോ അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സിലോ, ഇൻ കേസ് പറയുന്നത് നാസ്ഡാക്കിലോ ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തന്നെ അവർ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് അവരുടെ പൊസിഷൻസ് ഓപ്ഷൻസ് ഏതെങ്കിലും ഒരു ലോങ് പൊസിഷൻ ഇൻഡെക്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസിൽ നല്ല സ്ട്രൈക്ക് പ്രൈസ് നോക്കിയിട്ട് അവർ ഇതിൻ്റെ ഒരു സെല്ലിംഗ് കൂടി ആഡ് ചെയ്യും. അപ്പൊ ആ സെല്ലിംഗ് ആഡ് ചെയ്യുമ്പോൾ അവരുടെ പൊസിഷൻ അവിടെ ഹെഡ്ജ് ആവാണ്. പ്രത്യേകിച്ച് സീറോ ODT എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഈ പറയുന്ന അമേരിക്കൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ചെയ്ത് കണ്ടുവരുന്നത്. അതാണ് അവിടുത്തെ മെയിൻ ഇത്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ യൂറോപ്യൻ സ്റ്റൈൽ ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീക്കിലി എക്സ്പയറി ആയിരിക്കും. ഈ സീറോ ODT ആയതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തെ മൂവ്മെന്റ്, അതുകൊണ്ട് തന്നെയാണ് ഈ നാസ്ഡാക്കിലും അതേപോലെ SPX നല്ല മൂവ്മെന്റ് കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് നടക്കുന്നത്. ഈ ഒരു ഓപ്ഷൻ ഫ്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്പ് ആവുന്നത് NQ ചെയ്യുന്നവർക്കും അതിന് ES ചെയ്യുന്നവർക്കും, അതുപോലെ ഗോൾഡിലും ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ പ്രൈസ് കൺവേർട്ട് ചെയ്ത് വരാനും അല്ലെങ്കിൽ പ്രൈസ് അതിന്റെ റേഞ്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സ്പോട്ട് ഗാമ ഉപയോഗിക്കുന്നവർ പരമാവധി NQ അതുപോലെ തന്നെ ES ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു പിക്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു പിക്ചറിന്റെ ഒരു ഉദാഹരണമാണ് നമ്മളെ പോലുള്ളവരൊക്കെയാണ് ആ തിരമാലയിൽ എടുത്തു പോകുന്നത്. അപ്പൊ ഈ ഓപ്ഷൻ ഫ്ലോ നമ്മൾ എന്താണെന്നുള്ളത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ട ഒന്നാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് ഈ സ്പോട്ട് ഗാമയെ കുറിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കുറേ ഇനിയും കാര്യങ്ങൾ പഠിക്കാനുമുണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്തെല്ലാമാണ് ഉള്ളത്, ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നോക്കുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു ഗീവ് അവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം നമുക്ക് ഇവിടെ പ്രൈസിങ് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നല്ല കോസ്റ്റ് ആണ് വരുന്നത്. ഏകദേശം 299, ഏകദേശം നമ്മുടെ ഇവിടെ ഏകദേശം 29,000 രൂപ അടുത്ത് വരുന്ന ഒരു എക്സ്പെൻസ് വരുന്ന ആൽഫ പ്ലാൻ ആണ് നമ്മൾ ഗീവ് അവേ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് വേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ ഇൻസ്റ്റ പേജ് സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവണം, അതേപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തവർക്കായിരിക്കും. അതുപോലെ നമുക്കൊരു പോസ്റ്റർ ഉണ്ടാവും ഗീവ് അവേ, നമുക്ക് ഗീവ് അവേ വെച്ചിട്ടൊരു പോസ്റ്റർ. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യുക. അത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ഗീവ് അവേ ആയിട്ട് തന്നെ നമുക്കൊരു 10 പേർക്ക്, നമുക്ക് ചെയ്യുന്നവർക്ക് 10 പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സീറോ ODT ബെനിഫിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ സ്പോട്ട് ഗാമയുടെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നോക്കാം. അതേപോലെ തന്നെ ഫ്ലോ എന്താണ്, ട്രേസ് എന്താണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യുക. ഒരു തവണയെങ്കിലും നിങ്ങൾ ആ ഒരു ആക്സസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന്, നമ്മൾ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് നമ്മൾ വെറുതെ ICTയും ഇതെല്ലാം നോക്കി ചെയ്തിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടാവും. ഇനി നമുക്ക് സ്പോട്ട് ഗാമയിൽ നമ്മൾ ആദ്യമേ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓവർവ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓരോ ഓപ്ഷൻസ് SPX-ന്റെ ഉണ്ടാവും. QQQ ആണ് നമുക്ക് NQ-ൻ്റെതായിട്ട് വരുന്നത്. SPX ആണ് നമുക്ക് ES 500 അഥവാ US 500 ആയിട്ട് വരുന്നത്. അതുപോലെ ഇതെല്ലാം ഒരു ഇൻഡെക്സിന്റെ ബേസിലാണ് അതിന്റെ ഓപ്ഷൻസിന്റെ ഇത് വരുന്നത്. SPX അതുപോലെ SPY ഉണ്ട്. നമുക്ക് അതുപോലെ ഗോൾഡിന് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഗോൾഡ് കുറച്ച്
കൺവേർട്ട് ചെയ്തെടുക്കാം, പ്രൈസ് കൺവേർട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ പോകേണ്ടത് ഒരു ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പോകേണ്ടത് ഒരു ഫൗണ്ടേഷൻ നോട്ട് എന്ന് പറയുന്നുണ്ട്. ഇത് അടിപൊളി സംഭവമാണ്. മാർക്കറ്റ് എവിടെയാണ് മാർക്കറ്റ് പോകാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ 31 ജൂലൈ നല്ല സെൽ ഓഫ് വന്നിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് തിരിച്ചു പോയതിന്റെ കാര്യം എന്താണെന്നുള്ളത് ഇവരിവിടെ നല്ല രീതിയിൽ ആളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫൗണ്ടർ നല്ല രീതിയിൽ മെൻഷൻ ചെയ്ത് ഏകദേശം നല്ല പുട്ട് ഓപ്ഷനിൽ നല്ല സെല്ലിംഗ് 60K ലോട്ടിന്റെ അടുത്ത് അവിടെ സെല്ലിംഗ് ഉണ്ടായിരുന്നു എന്ന് വേണം ഈ ഒരു ഏരിയയിൽ മനസ്സിലാക്കാൻ. പുട്ട് ഓപ്ഷൻ സെല് ചെയ്യുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവര് ഈ ഒരു ഏരിയയിൽ ടൈറ്റ് ആയിട്ട് മാർക്കറ്റിനെ ഹോൾഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെ നിന്ന് മാർക്കറ്റ് നേരെ ഇങ്ങനെ മുന്നിലോട്ട് പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ നിങ്ങൾ ഫൗണ്ടർ നോട്ടാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. എന്തെല്ലാമാണ് നമുക്ക് വരുന്നത്, നമുക്കൊരു ഇന്ത്യൻ സമയം നമുക്കൊരു 5:30 ആകുമ്പോഴത്തേക്കും ഇവിടെ അപ്ഡേഷൻസ് വരും. അപ്പോൾ ആ കാര്യങ്ങൾ നോക്കാം. അതേപോലെ തന്നെ ട്രേഡിംഗ് കോഴ്സസ് ഉണ്ട്, അവരെ ചെയ്യുന്ന ഫൗണ്ടേഴ്സിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് അവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് കിട്ടുന്നതാണ്. അതേപോലെ ഹൈറോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ SPX ഇട്ടിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതേപോലെ തന്നെ നാസ്ഡാക്കിന്റെ QQQ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇവിടെ നമുക്ക് IV എവിടെയാണ് ഇരിക്കുന്നത്, വോളറ്റിലിറ്റി ഉണ്ടാകുമോ, അതിനുള്ള കുറേ കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കാനുണ്ട്. വോളറ്റിലിറ്റി ഡാഷ്ബോർഡ് ഉണ്ട്. നമുക്ക് ഓരോ ദിവസത്തെയും ഓഡിറ്റ് ആയതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെയും 18 ദിവസം അങ്ങനെ ഓരോരോ ദിവസത്തെയും എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതേപോലെ തന്നെ ട്രേസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജെക്സ് എന്താണ്, ജെക്സ് ലെവൽസ് എന്താണ്, ഇപ്പൊ ഇതൊരു ഇന്നിപ്പോ മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ മാർക്കറ്റ് അത്യാവശ്യം ഒരു ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു കാര്യമല്ല, നമുക്ക് നല്ല സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ റെഡിഷ് പോലെ ഈ കളർ ഫുൾ ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഇപ്പൊ ഇവിടെ കോൾ വാൾ എന്ന് പറയുന്ന എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അവിടെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പൊസിഷൻ അവിടെ ഹെഡ്ജ് ചെയ്തിട്ടുണ്ട് അവർ. അഥവാ കോൾ ഓപ്ഷനിൽ നല്ല സെല്ലിംഗ് ഉണ്ട്. മാർക്കറ്റ് ഇവിടേക്ക് ഒന്ന് അട്രാക്ട് ചെയ്യുകയും ഇവിടെ വന്ന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും താഴത്തേക്ക് പോകാനുള്ള പ്രോബബിലിറ്റി ആണ് കൂടുതലായിട്ട് കാണുന്നത്. അതേപോലെ ഒരു പോസിറ്റിവിറ്റിയാണ് മാർക്കറ്റ് നിലവിലുള്ളത്. അപ്പൊ ട്രേസ് എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആ ട്രേസിനെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബെനിഫിറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ട്രാപ്പിൽ വന്നു കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷനിൽ എത്ര ആൾക്കാർ വോളിയം ചെയ്യുന്നുണ്ട്, അഥവാ സെല്ലറാണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇക്വിറ്റി ഹബിലേക്ക് വന്നു കഴിഞ്ഞാൽ പുട്ടുവാള് അതിനെ കുറിച്ചുള്ള റെസിസ്റ്റൻസുകൾ എവിടെയാണ്, QQQയിലേക്കൊക്കെ വന്ന് മാറ്റി നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഫൗണ്ടേഷൻ നോട്ടാണ് നമ്മൾ ഒന്ന് നോക്കേണ്ടത്. അതേപോലെ റിപ്പോർട്ട് നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടുള്ള ഫണ്ടമെന്റൽ സ്റ്റഡിയാണ്. അപ്പൊ നമുക്കത് എത്രയെങ്കിലും പെട്ടെന്നായിരിക്കും ദഹിക്കണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ സ്റ്റോക്കുകളെ കുറിച്ചിട്ടുള്ള അവരുടെ വോളിയത്തിൽ വന്നേക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവരുടേതായ ഈ പറയുന്ന റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ് എന്നൊക്കെ അത് മനസ്സിലാക്കാം. അതുപോലെ ഓപ്ഷൻ കാൽക്കുലേറ്റർ നമ്മളെല്ലാവരും ഓപ്ഷൻസിന്റെ നിഫ്റ്റി ഓപ്ഷനൊക്കെ ചെയ്തേക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മളിപ്പോൾ എവിടെ പൊസിഷൻ ഹെഡ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇവിടെ ഓൾറെഡി ഉള്ളത്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ടും എവിടെ ഏറ്റവും കൂടുതൽ വോളാറ്റിലിറ്റി ഉള്ളത്, ഗാമ മോഡൽ, ഓരോ ഇതിനും ഓരോരോ കാര്യങ്ങളുണ്ട്. എൻ്റെ ഒരു റിക്വസ്റ്റിൽ നമുക്കിവിടെ സിലബസ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ റിക്വസ്റ്റിൽ നമ്മൾ ഇതിൽ വേഗം അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിച്ചു പോകാനായിട്ടുണ്ട്. എൻ്റെ റിക്വസ്റ്റിൽ നമ്മൾ വലിയ ഇതിലേക്കൊന്നും പഠിച്ചു പോയാൽ ചിലപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ട്രേഡ്സിനെ കുറിച്ചും അതേപോലെ ഹൈറോ ലെവൽസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പിന്നെ അതുപോലെ വോളാറ്റിലിറ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. നമുക്ക് ഞാനിപ്പോൾ ഇതൊരു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഇത്രയും എമൗണ്ടിന്റെ ഒരു 29,000 രൂപ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് നോർമലി വരുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള വർത്ത് ഉണ്ട് ഇതിന്റെ. അപ്പൊ എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു 1 ടൈം എങ്കിലും നമ്മൾ ഇപ്പോൾ ഈ തരുന്ന ഒരു ഗീവ് അവേയിൽ നിങ്ങൾ പങ്കെടുത്തിട്ട് എന്താണ് മാർക്കറ്റിന്റെ ബിഹൈൻഡ് ദ സീൻ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുക. അതേപോലെ നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്യുക. നമ്മൾ അത്യാവശ്യം നല്ല കണ്ടന്റ്സ് നമ്മളിപ്പോൾ ഈ സ്പോട്ട് ഗാമിനെ കുറിച്ച് ഒരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിരിക്കുക. അതേപോലെ തന്നെ മറ്റ് കണ്ടന്റ്സുകളും ഓപ്ഷൻ ഓഡിറ്റിനെ കുറിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ഒരു ട്രേഡിംഗ് കരിയറിൽ നല്ലൊരു മാറ്റം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് ഇത് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും ഒന്ന് ഇരുത്തി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.